മരണം മനുഷ്യജീവിതത്തിലെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരേ ഒരു സത്യം. ഈ ലോകത്ത് ജനിച്ച എല്ലാ മനുഷ്യരും ഒരിക്കൽ മരിക്കും. പക്ഷേ മരണം സംഭവിച്ച ശേഷം മനുഷ്യ ശരീരത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഒരു ഭയപ്പെടുത്താനുള്ള വീഡിയോ അല്ല. ഇതൊരു ശാസ്ത്രീയ യാഥാർത്ഥ്യത്തിന്റെ വിവരണമാണ്. മരണം സംഭവിക്കുന്ന ആദ്യ നിമിഷം മുതൽ ശരീരം പ്രകൃതിയുടെ ഭാഗമാകുന്നത് വരെയുള്ള ഒരു ശാസ്ത്രീയ യാത്ര. മരണം സംഭവിക്കുന്ന ആദ്യ നിമിഷം തന്നെ ഹൃദയം പമ്പ് ചെയ്യുന്നത് നിർത്തുന്നു. ഹൃദയം നിൽക്കുമ്പോൾ രക്തചംക്രമണം പൂർണ്ണമായി നിലയ്ക്കും. ശ്വാസകോശം പ്രവർത്തനരഹിതമാകും. ശരീരത്തിലേക്ക് ഓക്സിജൻ എത്തുന്നത് അവസാനിക്കും. ഈ അവസ്ഥയെ ക്ലിനിക്കൽ ഡെത്ത് എന്ന് വിളിക്കുന്നു. മെഡിക്കൽ രംഗത്ത് മരണം രേഖപ്പെടുത്തുന്ന ആദ്യഘട്ടം. ഹൃദയം നിൽക്കുന്നതിന് ശേഷം ആദ്യം ബാധിക്കപ്പെടുന്നത് ബ്രെയിനിനെയാണ്. ബ്രെയിനിന് തുടർച്ചയായി ഓക്സിജൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഇല്ലാതെ ബ്രെയിൻ സെൽസ് നശിക്കാൻ തുടങ്ങും. 3 മുതൽ 5 മിനിറ്റിനുള്ളിൽ സ്ഥിരമായ ബ്രെയിൻ ഡാമേജ് ആരംഭിക്കും. 7 മുതൽ 10 മിനിറ്റുള്ളിൽ ബ്രെയിൻ ആക്ടിവിറ്റി പൂർണ്ണമായി നിലയ്ക്കും. അതുകൊണ്ടാണ് CPR പോലുള്ള അടിയന്തര ചികിത്സകൾ ഈ സമയത്തിനുള്ളിൽ നടത്തുന്നത്. മരണം സംഭവിച്ച ശേഷം ശരീരം പതുക്കെ തണുക്കാൻ തുടങ്ങും. 1 മണിക്കൂറിൽ 1 മുതൽ 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ ശരീരം തണുക്കും. ഈ പ്രക്രിയയെ ആൽഗോർ മോർട്ടിസ് എന്ന് വിളിക്കുന്നു. ഫോറൻസിക് സയൻസിൽ മരണസമയം കണക്കാക്കാൻ ഇതുപയോഗിക്കുന്നു. ഹൃദയം പമ്പ് ചെയ്യാത്തതിനാൽ രക്തം താഴ്ഭാഗങ്ങളിലേക്ക് ചേർന്ന് തുടങ്ങും. തൊലിയിൽ നീല, പർപ്പിൾ നിറമാറ്റങ്ങൾ കാണപ്പെടും. ഇതിനെ ലിവോർ മോർട്ടിസ് എന്ന് പറയുന്നു. മരണം സംഭവിച്ചാൽ ശരീരത്തിലെ എനർജി പ്രൊഡക്ഷൻ പൂർണ്ണമായി നിലയ്ക്കും. ATP എന്ന എനർജി മോളിക്യൂൾ ഇനി ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. അതിന്റെ ഫലമായി പേശികൾ റിലാക്സ് ചെയ്യാൻ കഴിയാതെ വരും. പേശികൾ കട്ടിയാകാൻ തുടങ്ങും. ആദ്യം മുഖം, കണ്ണുകൾ, കഴുത്ത്, പിന്നീട് കൈകൾ, കാലുകൾ, മുഴുവൻ ശരീരവും. ഈ അവസ്ഥയെ റിഗോർ മോർട്ടിസ് എന്ന് വിളിക്കുന്നു. 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ ഇത് പൂർണ്ണമാകും. ഇത് ഏറ്റവും സ്വാഭാവികമായ ഘട്ടമാണ്. നമ്മുടെ ശരീരത്തിനുള്ളിലെ ബാക്ടീരിയകൾ ജീവിതകാലത്ത് നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ മരണത്തിന് ശേഷം പ്രതിരോധ സംവിധാനം നിൽക്കുമ്പോൾ ഈ ബാക്ടീരിയകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ആന്തരിക അവയവങ്ങൾ നശിക്കാൻ തുടങ്ങും. ഗ്യാസ് ഉണ്ടാകുന്നതിനാൽ ശരീരം വീർക്കും. ചർമ്മം നശിച്ചു തുടങ്ങും. ഇതിനെ പ്യൂട്രിഫാക്ഷൻ എന്ന് വിളിക്കുന്നു. കാലാവസ്ഥ, ഈർപ്പം ഇവയെ ആശ്രയിച്ച് ഈ പ്രക്രിയയുടെ വേഗത മാറും. കാലക്രമേണ മാംസം ഇല്ലാതാകും. എല്ലുകൾ മാത്രം അവശേഷിക്കും. വർഷങ്ങൾക്ക് ശേഷം എല്ലുകളും പൊടിയായി മാറും. അങ്ങനെ ശരീരം മണ്ണായി മാറുന്നു. ഈ മണ്ണ് സസ്യങ്ങളെ പോഷിപ്പിക്കുന്നു. മനുഷ്യൻ ജീവചക്രത്തിന്റെ ഭാഗമാകുന്നു. ഇതാണ് പ്രകൃതിയുടെ ശാശ്വതമായ ചക്രം. മരണം ഒരവസാനം മാത്രമല്ല. ശരീരം അവസാനിച്ചാലും ഓർമ്മകൾ, പ്രവൃത്തികൾ അവ മറ്റുള്ളവരിൽ തുടരുന്നു. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വന്നതാണ്. മരണത്തിലൂടെ അവൻ പ്രകൃതിയിലേക്ക് തിരികെ പോകുന്നു. ഇതാണ് ശാസ്ത്രം പറയുന്ന മരണാനന്തര സത്യം.